54 എന്നുള്ള ഫിഗർ വന്നിരിക്കുന്നത്. അതിൽ BJP 60 സീറ്റുകളിൽ ലീഡ്, 56 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. JDU, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് രണ്ട് പാർട്ടികളും വരുവാനുള്ള എല്ലാ സാധ്യതകളും. NDA 135 എന്ന് പറയുമ്പോൾ അവരുടെ ഗെയിൻ തന്നെ 27 സീറ്റുകൾ കഴിഞ്ഞ തവണ അവർ തോറ്റ സീറ്റുകളാണ്. അവിടെയാണ് ഇത്തവണ അവർ ഗെയിൻ ചെയ്തിരിക്കുന്നത്. 27 സീറ്റുകളുടെ ലീഡ് വന്നിരിക്കുന്നു. അതാണ് ഇത്രയും സീറ്റുകളിലേക്ക് ലീഡ് ഉയർന്നിരിക്കുന്നത്. BJP അതിൽ 60, JDU 57 സീറ്റുകളിൽ ലീഡ്, LJP 9 സീറ്റുകളിൽ ലീഡ്, RLM 5 സീറ്റുകൾ, HAMS 4 സീറ്റുകളിൽ ലീഡ്. ഇതാണ് NDAയുടെ കണക്ക് വന്നിരിക്കുന്നത്. മറുവശത്ത് MGBയിൽ RJD ആണ് 43 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് 12 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഇടതു പാർട്ടികൾ 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതിൽ 7 സീറ്റുകളിലെ ലീഡ് CPI MLനാണ്. ഒപ്പം തന്നെ CPM 2 സീറ്റുകളിലും CPI 1 സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട്. 137ലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പാർട്ടി തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ്: RJD 43, കോൺഗ്രസ് 12, CPI ML 6, CPM 2, BIP 1, CPI 1 എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കണക്കുകൾ. മറുവശത്ത് BJP തന്നെയാണ് NDAയിൽ കൂടുതൽ സീറ്റുകളിലും ലീഡ് ചെയ്യുന്നത്. ഓരോ നിമിഷവും മാറുന്നു. 137ലേക്ക് കൗണ്ട് കൂടുന്നു. 138ആയി. എക്സിറ്റ് പോളുകളൊക്കെ 140 മുകളിൽ പല എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നു. CNN News 18 എക്സിറ്റ് പോൾ അനുസരിച്ച് 140 മുതൽ 150 സീറ്റുകൾ വരെ NDA നേടുമെന്നാണ്. ഏതാണ്ട് അതേ കണക്കുകളാണ് ഇപ്പോൾ വരുന്നത്. 138ലേക്ക് ലീഡ് ഉയർന്നിരിക്കുകയാണ്. 64ആയി ഇപ്പോൾ MGB. ഏതാണ്ട് എല്ലാ സീറ്റുകളിലെയും ലീഡ് നില ഇപ്പോൾ 207 സീറ്റുകളിലെ ലീഡ് നില ഇപ്പോൾ അറിവായി കഴിഞ്ഞു. ആകെയുള്ള 243ൽ 122 കിട്ടിയാൽ ഭരണ തുടർച്ച ഉറപ്പാണ്. അതിൽ ഇപ്പോൾ 207ൽ തന്നെയാണ് ഇത്രയും സീറ്റുകൾ ലീഡ്. 139 സീറ്റുകളുടെ ലീഡിലേക്ക് ഉയരുവാൻ NDAക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ BJPയും JDUവും ഏതാണ്ട് സമാനമായ രീതിയിൽ മുന്നേറുന്നു. MGB 65 സീറ്റുകളിൽ മാത്രം ലീഡ്. JSPക്ക്, ജൻ സുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് 3 സീറ്റുകളിൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നു. 2 സീറ്റുകളിൽ മറ്റുള്ളവർ, അതിൽ അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും ഉൾപ്പെടുകയാണ്. 139 എന്ന് പറയുമ്പോൾ 209 സീറ്റുകളിലെ ലീഡ് അറിയുമ്പോഴാണ് ഈ നില. മൊത്തത്തിൽ ഇതാണ് ബീഹാറിന്റെ ഒരു പൊതുചിത്രം മാജിക് വാളിൽ കാണുമ്പോൾ. അതിൽ JDUവും BJPയും അവരുടെ രണ്ടുപേരുടെയും സിമ്പലാണ്, കളറാണ് മുന്നിട്ട് നിൽക്കുന്നത്. പച്ചയും കാവിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതാണ് രാകേഷ്, ഇതാണല്ലോ മാജിക് ബോളിൽ കൃത്യമായിട്ടത് കാണാമല്ലോ. NDAക്ക് ഇപ്പോഴും 139 അല്ലേ? 139. ഇന്ത്യ സഖ്യം ഇപ്പോഴും 65 തന്നെ നിൽക്കുകയാണ് അല്ലേ? അതെ മഞ്ജീഷ്, 1 മണിക്കൂർ 20 മിനിറ്റ് പിന്നിടുമ്പോൾ NDAക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. 243ൽ 209 മണ്ഡലങ്ങളിലെ ഫലങ്ങളാണ് ഇപ്പോൾ, ആദ്യ സൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ NDAക്ക് കേവല ഭൂരിപക്ഷം മറികടക്കുന്നൊരു പ്രകടനം NDAയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 139 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 31 സീറ്റിൽ അധികം ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 64 സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് 29 സീറ്റിന്റെ കുറവാണ്. JSP തുടക്കക്കാരാണ്. ജൻസുരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയാണ്. ആ പാർട്ടി 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് നിർണായകമാണ്. അത് 4 സീറ്റ് മാത്രം എന്ന കണക്കുകൾ കാണാൻ കഴിയില്ല. മറിച്ച് എല്ലാ സീറ്റിലും മത്സരിച്ച പാർട്ടിയാണ് അവർ മറ്റ് സീറ്റുകളിൽ എത്രമാത്രം വോട്ട് പിടിച്ചിട്ടുണ്ട്, വോട്ട് കട്ടറായിട്ടുണ്ട്, ആരുടെ വോട്ടാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 സീറ്റ്, അതാണ് നിലവിലെ കണക്കുകൾ. ഇനി മുന്നണികൾ തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ BJPക്ക് 59 സീറ്റ്, JDUവിന് 59 സീറ്റ്. 2 പാർട്ടികളും തുല്യ സീറ്റുകളിൽ മത്സരിച്ചു, 101 വീതം സീറ്റുകളിൽ മത്സരിച്ചു. പക്ഷേ ഇപ്പോൾ വോട്ടെണ്ണുമ്പോൾ ആദ്യഘട്ടത്തിലും 2 പാർട്ടികളും ഒരേപോലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. JDUവിനെ സംബന്ധിച്ചത് വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ തവണ 43 എന്ന സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ JDU ഇപ്പോൾ ഏതായാലും തുടക്കം മുതൽ ആദ്യ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചതുപോലെ JDU അവരുടെ മേധാവിത്വം പുലർത്തുന്നുണ്ട്. 59 സീറ്റുകൾ JDU ലീഡ് ചെയ്യുന്നു. BJPയും 59 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. LJP 11 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ചിരാഗ് പാസ്വാനെ സംബന്ധിച്ച് വലിയ നിർണായകമായ കാര്യമാണ്. കാരണം ചിരാഗ് പാസ്വാൻ ഈ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റുകൾ ചോദിച്ചു വാങ്ങിയ നേതാവാണ്. ചിരാഗ് പാസ്വാന് കൂടുതൽ സീറ്റുകൾ നൽകാൻ BJP തയ്യാറായി. അതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിതീഷിന് ഒറ്റയ്ക്ക് കൂടുതൽ സീറ്റുകൾ നേടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ രൂപീകരണത്തിൽ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ LJP ഒരു നിർണായക ഫാക്ടർ ആകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് 29 സീറ്റ് ചിരാഗ് പാസ്വാന് നൽകാൻ BJP തയ്യാറായത്. ഇപ്പോൾ LJP ഏതായാലും 11 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ചിരാഗ് പാസ്വാനെ സംബന്ധിച്ച്. ഒപ്പം ജിതൻ റാം മാഞ്ചിയുടെ HAM 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗയ അടക്കമുള്ള മേഖലകൾ അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെയുള്ള സീറ്റുകളിൽ ഏതായാലും ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. RLM സമാനമായ രീതിയിൽ 4 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. അങ്ങനെ
NDAയിലെ കക്ഷികളൊക്കെ തന്നെ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ RJD തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ നേട്ടം ഉണ്ടാക്കിയത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവർക്ക് നേട്ടമല്ല, നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദ്യ സൂചനകൾ അനുസരിച്ച്. കാരണം ഇന്ത്യ സഖ്യത്തിൽ കഴിഞ്ഞ തവണ 75 സീറ്റുകളാണ് RJD നേടിയതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം. RJDക്ക് 75 എന്ന കണക്കിലേക്ക് ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ ഭാഗത്ത് നിന്ന് വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതും നിർണായകമായ കാര്യമാണ്. ഏതായാലും നിലവിൽ തുടക്കത്തിൽ വലിയ ക്ഷീണം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മഞ്ജുഷ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ത്യ സഖ്യത്തിന് വലിയ ക്ഷീണം തന്നെയാണ് തുടക്ക സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ പലയിടത്തും പല റൗണ്ടുകളായി ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 70 എന്ന വളരെ ചെറിയ സംഖ്യയിലേക്ക് ഇന്ത്യ സഖ്യം ഒതുങ്ങുന്നത്. അതിൽ തന്നെ RJDയുടെ മാത്രം ഒറ്റയ്ക്കുള്ള പോരാട്ടം ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യുകയാണ്. സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. പക്ഷേ RJDയുടെ കഴിഞ്ഞ തവണത്തെ ഒരു ടാലി എടുത്തു നോക്കുകയാണെങ്കിൽ 29 സീറ്റുകളുടെ കുറവുണ്ട്. കഴിഞ്ഞ തവണ ഭരണം കിട്ടിയില്ല, പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD ആയിരുന്നു. പക്ഷേ ഈ നിമിഷം RJDക്ക് 47 സീറ്റുകളിലാണ് ലീഡ് ചെയ്യാൻ സാധിച്ചത്. 28 സീറ്റ് ആ നിലയ്ക്ക് കുറവാണ്. കോൺഗ്രസ് 13 സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് 61 സീറ്റിൽ മത്സരിച്ചു, പക്ഷേ 13 മാത്രമേ ലീഡ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. അതായത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശം പ്രകടനം ഇത്തവണയും ഉണ്ടാകുന്നു എന്നാണ് ഈ തുടക്കത്തിലെ സൂചനകൾ നൽകുന്നത്. CPIML 7 സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 12 സീറ്റിൽ വിജയിച്ച പാർട്ടിയാണ്. അവർ 7 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അവർക്ക് ഇത്തവണ 15 സീറ്റുകൾ നൽകിയതാണ്. പക്ഷേ നിലവിലെ കണക്കുകൾ അനുസരിച്ച് 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. CPM 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. CPI 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇൻക്ലൂസീവ് പാർട്ടി നിലവിൽ ഒറ്റ സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. ഇതാണ് സാഹചര്യം. ഏതായാലും RJDയുടെ മാത്രം അല്ലെങ്കിൽ CPIMLന്റെ ഭാഗത്ത് ആ 2 പാർട്ടികളുടെ ഭാഗത്താണ് ഒരു ശരാശരി പ്രകടനം ഏതായാലും ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ പ്രകടനം കഴിഞ്ഞ തവണത്തേതുപോലെ നിലവിലെ സൂചന അനുസരിച്ച് മോശം കണക്കുകളാണ് നൽകുന്നത്.